ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്കും ഭാര്യയും ബോളിവുഡ് താരമായ അനുഷ്ക ശർമ്മയ്ക്കും രണ്ടാമത്തെ കുഞ്ഞു പിറന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് ലോകത്തെ അറിയിച്ചത്. ഫെബ്രുവരി 15 പിറന്ന ആൺകുഞ്ഞിന് അഗായി എന്ന് പേരിട്ടതും കോഹ്ലി സമൂഹമാധ്യമങ്ങളോടെ അറിയിച്ചിരുന്നു. വാർത്ത വന്നതിന് പിന്നാലെ അഗായി എന്ന പേരിന്റെ അർത്ഥം തേടുകയായിരുന്നു ആരാധകർ. ഇപ്പോൾ അഗായിയുടെ പൗരത്വം സംബന്ധിച്ച ചർച്ചയാണ് സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്നത്. കുഞ്ഞു പിറന്നത് ലണ്ടനിലാണെന്നും അതിനാൽ ഇന്ത്യൻ പൗരത്വമാണോ ബ്രിട്ടീഷ് പൗരത്വമാണോ തിരഞ്ഞെടുക്കുക എന്ന വ്യാപക ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ലണ്ടനിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ദമ്പതികൾക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചത്. ബ്രിട്ടനിൽ ജനിച്ചതിനാൽ കോഹ്ലിയുടെ മകന് ബ്രിട്ടീഷ് പൗരത്വമാണ് ലഭിക്കുകയെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടത്. എന്നാൽ അഗായി ജനിച്ചത് UK-യിലാണെങ്കിലും അത് പൗരത്വം അവകാശപ്പെടാനുള്ള കാരണമാകില്ലെന്നാണ് ഒടുവിൽ വന്ന റിപ്പോർട്ട്. ബ്രിട്ടനിൽ ജനിച്ചതുകൊണ്ട് മാത്രം പൗരത്വം ലഭിക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഇരുവർക്കും ബ്രിട്ടനിൽ സ്വത്തുവകകളുണ്ടെങ്കിലും മക്കൾ ബ്രിട്ടീഷ് പൗരത്വത്തിന് അർഹരല്ല. ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കണമെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരിക്കണം. അതേസമയം UK പാസ്പോർട്ട് ലഭിക്കും. ഇതോടെ സമൂഹമാധ്യമങ്ങളിലെ ചർച്ചകൾക്ക് വിരാമം ഇട്ടിരിക്കുകയാണ്. ക്രിക്കറ്റ് ആരാധകർക്കിടയിലെ ക്യൂട്ട് കപ്പിൾസാണ് അനുഷ്കയും കോഹ്ലിയും. ദീർഘകാലമായി പ്രണയത്തിലായിരുന്ന ഇരുവരും 2017-ലാണ് നീണ്ട കാലത്തെ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും വിവാഹിതരായത്. ഇറ്റലിയിലായിരുന്നു ഇവരുടെ വിവാഹം. ദമ്പതികൾക്ക് വാമിക എന്നൊരു മകളുണ്ട്. 2021 ജനുവരിയിൽ ജനിച്ച വാമികയുടെ വരവ് ഇരുവരും ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചിരുന്നു. മൂത്ത കുഞ്ഞിന്റെ 3ാം ജന്മദിനം ആഘോഷിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വാമികയുടെ ഇളയ സഹോദരന്റെ പിറവി. ഈ വാരം ആദ്യം കോഹ്ലി തന്നെയാണ് തന്റെ ഔദ്യോഗിക സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ കുഞ്ഞു പിറന്ന കാര്യം ലോകത്തെ അറിയിച്ചത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15 വാമികയ്ക്ക് അഗായി എന്നൊരു കുഞ്ഞു സഹോദരൻ പിറന്ന കാര്യം അതിയായ സന്തോഷത്തോടെ അറിയിക്കുന്നു എന്നാണ് വിരാട് കോഹ്ലി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. കുഞ്ഞിന്റെ പേരുകൂടി വെളിപ്പെടുത്തിയതോടെ പേരിനർത്ഥം ചർച്ചയായി. അഗായി എന്ന പേര് പരിമിതികൾക്കതീതൻ എന്ന അർത്ഥമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ജ്വലിക്കുന്ന സൂര്യൻ എന്നുകൂടി പേരിനർത്ഥമുണ്ട്.